ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം കുറേ കാലമായി ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ ഞണ്ട് പിടിക്കുന്ന വീഡിയോ കാണിക്കണമെന്ന്. പക്ഷെ ഭയങ്കര മഴയായിരുന്നുകൊണ്ട് ഒന്നും നടന്നില്ല. പക്ഷെ ഇന്ന് കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്, മൂടിയാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഞണ്ട് ഹണ്ടിങ്ങിന് പോവാണ്. കിട്ടിയാൽ നമ്മളൊരു ഞണ്ട് റെസിപ്പിയും ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ താഴെ കൂടി അതേ കൂടി തോട് ഒഴുകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ തോട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഞണ്ടിനെ പിടിക്കാൻ പോവാണ്. ഞണ്ടിനെ പിടിക്കാൻ മത്തി റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞണ്ടിനുള്ള. അതെ, ഞണ്ടിന് വരെ മത്തി എന്താണെന്ന് നോക്കണേ. ഇതേ പോകുന്നു, മുമ്പിൽ പോകുന്നുണ്ടോ മത്തിയൊക്കെ തൂക്കി പിടിച്ചോണ്ട് ഒന്നും പൊക്കം ഉണ്ടാകത്തൊന്നും. ഇപ്പം ഞണ്ടിനെ കിട്ടുന്നു. എന്തെങ്കിലും ഞണ്ട് കിട്ടുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്? നമ്മുടെ പഴയ ഒരു അനുഭവം വെച്ച് ഇന്നും ഞണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതെ, ഇത്തവണയും നമ്മൾ 3G ആകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. മത്തിത്തലയുണ്ട്, ചൂണ്ട പോലത്തെ സാധനമുണ്ട്. ഈ ചൂണ്ട ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ ഇറക്കി ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കോർക്കുന്നു. എന്നിട്ട് നമ്മളിത് പുഴയിലേക്ക് ഇട്ട് ഞണ്ടിനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ ഒന്നും കടിക്കുന്നില്ല ഇതിൽ. അപ്പം എന്താ ചെയ്യാന്ന് അറിയത്തില്ല. കുറച്ചുകൂടെ മുകളിലേക്ക് പോയി ഇട്ട് നോക്കണം. എന്തായാലും കിട്ടാതിരിക്കില്ല. എന്തായാലും നിങ്ങൾ എന്തായാലും 2-3 ഞണ്ടെങ്കിലും പിടിച്ച് നിങ്ങളെ കാണിച്ചിട്ടേ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ കേട്ടോ. എന്തായാലും ഞങ്ങൾ ഞണ്ട് പിടിക്കും ഗൈസ്, അല്ലേ? പിടിച്ച് കാണിച്ചിരിക്കും. ഒന്നുമില്ലാന്നാണ് പറയുന്നത്. നോക്കാം. നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിരിക്കുന്നു. അടിപൊളി. ഇതാണ് സംഗതി. അത്യാവശ്യം നല്ല വലിയ ഞണ്ടാണ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. ആളെ കൂട്ടിനകത്ത് ആക്കിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാക്കണ്ടോ, എന്നെ ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്നൊക്കെ ഉണ്ട്. ഞണ്ടിനെ പിടിക്കാൻ വിട്ട ഒരാളെ കാണുന്നില്ല ഗൈസ്. എവിടെ പോയി എന്നറിയത്തില്ല. ഇനി ഞാൻ പോയി കണ്ടുപിടിക്കേണ്ടി വരുന്നു. അതാ ഈ കാട്ടിലിരിപ്പുണ്ട്. പാവം കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, മീനുണ്ടല്ലോ, മീൻ മൊത്തം കൊത്തിക്കൊണ്ട് പോയി. ഉത്സാഹമൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ തലയൊന്ന് മാറ്റിയിട്ട് വേറൊരു തല വെച്ച് നോക്കാം. തല മാറ്റൽ പരിപാടിയാണ്. നോക്കാം, എന്നാലും നടക്കുമെന്ന് തോന്നുന്നില്ല. നോക്കാം. അവസാനം മത്തി ഫ്രൈ ചെയ്യേണ്ട മീനൊക്കെ എടുത്തതാ ഞണ്ടിനിട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ചെല്ലാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു മുഴുത്ത ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി ഞണ്ടാണ്. എന്തൊരു പേടിയുണ്ട്, ചെറുതായിട്ട് പേടിയുണ്ട്. കുറച്ച് മാറ്റി പിടിച്ചോ. ഇതിൻ്റെ ഇറുക്കുകാർ കണ്ടോ, കൈവിടിട്ട് കഴിഞ്ഞാൽ ഈ വിരൽ 2 പീസായിട്ട് അവനിങ്ങനെ മുറിച്ച് തരും. അപ്പം ഇത്രയും നേരം നമ്മൾ പരിശ്രമിച്ചു, നമുക്ക് നല്ല ഞണ്ടിനെ കിട്ടി. നമ്മളങ്ങനെ അടുത്ത വീണ്ടും പരിശ്രമിക്കാൻ പോവാണ്. നമ്മൾ നിർത്തിയിട്ടില്ല. അതെ, അതെ, പരിശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരെണ്ണത്തിന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഞണ്ട് പിടിക്കാൻ പോയിട്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം നമ്മൾ ഞണ്ട് വൃത്തിയാക്കി കഷ്ണമാക്കി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഞണ്ട് വൃത്തിയാക്കില്ല. കാരണം 1-2 വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നേക്ക് പിടി കിട്ടും. അങ്ങനെ ആക്കിയാൽ മതി. പക്ഷേ നന്നായിട്ട് കഴുകണം കേട്ടോ. വൃത്തിയാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉപ്പിട്ട് വേണം കഴുകി വൃത്തിയാക്കി എടുക്കാൻ. പിന്നെ വേറൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഒരു 3 ഞണ്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ടൊന്നും ഞണ്ടൊന്നും അങ്ങനെ വന്നില്ല. ആകെ ഇതാ ഇത്രേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞണ്ട് ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് മുറിച്ചിട്ടതിന് കാരണം എന്താണെന്ന് അറിയാമോ? അതായത് മസാലയ്ക്ക് ഉള്ളി നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. എന്നാൽ അതിൻ്റെ ഗ്രേവി ആ സാധനങ്ങൾക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് ആകാൻ വേണ്ടിയിട്ടാണ് മുറിച്ചിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഞണ്ട് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത് തക്കാളി അരിഞ്ഞത്, സവോള അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെയുള്ളത് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ സാധാരണ പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവല്ലേ? പിന്നെ അപ്പോൾ അംഗം അടുക്കള.
അടുക്കളയിലെത്തി സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് ലേശം എണ്ണ ഒഴിച്ച് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് കടുക് വാരി വിതറുക. പൊട്ടുന്ന കടുകിലേക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ലേശം ഉപ്പ് ഇട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് നല്ല ചുവന്ന തക്കാളി പീസ് ആക്കിയതും കരിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റുക. ഇനി ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് തോട്ടിന്ന് പിടിച്ച ഞണ്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് അടച്ചു വെക്കുക. അടപ്പ് തുറക്കുമ്പോൾ എന്താ ഒരു മണം! വെള്ളമൊക്കെ വറ്റി നല്ല കളറായി സംഗതി റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഇനി ഞണ്ട് റോസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് തട്ടിക്കോ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, അടിപൊളി കളറൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാട്ടോ. അങ്ങ് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നല്ല എരിവാണ് കേട്ടോ, കുരുമുളക് പൊടി ഇട്ടായിരുന്നു, നല്ല എരിവാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. ആഹാ, സാധനം ഉണ്ട്. ആ മസാലയൊക്കെ വിളിച്ചെന്നിട്ടില്ല നന്നായിട്ട്. അതിനുള്ളിൽ നിന്ന് ശരിക്കും ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഉള്ളിലൊക്കെ മസാല എന്നിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ ഇട്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ഒരു പുളിപ്പൊന്നുമില്ല, കറക്റ്റ് പാകത്തിനാണെല്ലാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡ് കൂട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ടല്ലോ. ഓക്കെ, ഗ്രേവി ഉണ്ടല്ലോ, ആ മസാലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും, അങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അവിടെ ഗ്രേവിയിലേക്കൊക്കെ നല്ല ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്, കിടുവാണ്. അടിപൊളി. കുരുമുളകിൻ്റെയാണ് കുറച്ച് എസൻസ് മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു ഇത് ഉപ്പും കാര്യങ്ങളുടെ പാകത്തിന്. പിന്നെ ഡ്രൈ ഒന്നും അടിപൊളി, നല്ല ജ്യൂസി ആയിട്ടാണ് അടിപൊളിയായിരിക്കും. പിന്നെ ഞണ്ടിൻ്റെ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സുഖമാണ് ഇങ്ങനെ കടിച്ച് തിന്നാനൊക്കെ ആയിട്ട്. സംഗതി അടിപൊളിയാണ്. ബ്രെഡിനോടെ ആകുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുന്നുണ്ട്. ഞണ്ടിൻ്റെ ഇറുക്കുകാരാണ് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൈ മുറിഞ്ഞു പോകുന്ന കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനമാണിത്. ഇതിനുള്ളിൽ നല്ല ജ്യൂസൊക്കെ നല്ല ഈ മസാലയൊക്കെ കേട്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഇന്ന് കഴിച്ചു നോക്കാം അല്ലേ. അടിപൊളിയാണ് സാധനം. ഇതുണ്ടോ ഇതിനുള്ളിൽ അതിൻ്റെ ഫ്ലഷ് കണ്ടോ, നല്ല ഇറച്ചിയാണ്. സാധാരണ എല്ലാം ശരിക്കും ഞണ്ടിൻ്റെ ഇറക്കാനുള്ളിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ഇറച്ചിയുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഇനി മസാലയൊക്കെ ശരിക്കും ഇതിനുള്ളിൽ അറിയാം, നമുക്ക് നോക്കിയാൽ കാണാം. ആ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇതൊന്ന് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സംഗതി. ഞണ്ട് കൊടുത്തും ഞണ്ട് റോസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പുതിയ റെസിപ്പീസ് ഞങ്ങൾ ട്രൈ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിലോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രിപ്പ് മീൽസിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.